അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 8ാമത്തെ പാഠം അദ്ദർസു സാമിൻ നൂറുല്ലാഹി തആല 500 ദിർഹമോ. ഉസ്താദ് അത്ഭുതപ്പെട്ടു. കാര്യമറിയാതെ അദ്ദേഹം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിൻ്റെ പേരിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ കൈവശം ഇപ്പോൾ ഇതേ ഉള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അധികം തരുമായിരുന്നു. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതനു വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. കൃഷി ഇറക്കുന്നതിന് മുമ്പ് കർഷകൻ ഭൂമി ശരിപ്പെടുത്തുന്നത് പോലെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തുടർന്ന് അദബുകൾ പാലിച്ചുകൊണ്ട് അറിവ് നേടണം. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ യന്തഫിഉ ബിഹി ഫിൽ ആഖിറതി യുരീദു ബിഹി അറളൻ മിനദ്ദുനിയ ലം യുരിഹ് റായിഹത്തൽ ജന്ന. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം. മതപരവും ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഐഹികവുമായ അറിവുകൾ നിരന്തരം കരസ്ഥമാക്കണം. കളികളിലും വിനോദത്തിലുമായി സമയം പാഴാക്കരുത്. ചെറുപ്പകാലത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ചെറുപ്പകാലത്ത് പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ഇൽമ് ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ച് പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. താളുകൾ മറിക്കുന്ന ശബ്ദം കൊണ്ട് ഉസ്താദിന് ശല്യമുണ്ടാകുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയാണ് മഹാൻ അങ്ങനെ ചെയ്തത്. ഉലമാക്കളെ കുറ്റം പറയരുത്, അവരെ ഗീബത്ത് പറയരുത്, അത് സർവനാശത്തിന് കാരണമാകും. ലാ തഗ്തബൻ അഹദൻ ഫളലൻ അനിൽ ഉലമ വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദഅഫു ഇന്ന ദുആഫ മത മാ കുൻത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. നീ ആരെയും ഗീബത്ത് പറയരുത്. പണ്ഡിതന്മാരെ ഒരിക്കലും ഗീബത്ത് പറയരുത്. മറന്നുപോലും അങ്ങനെ വരരുത്. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. മറന്നു വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ നൂറുല്ലാഹി തആല. നുൻഷിഉൽ ജുംല ഉണ്ടാക്കുക. 1. പാരിതോഷികം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികം നൽകി. 2. മഹത്വരം. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അടുത്തത് ലഭിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. ഇനി ഏറ്റവും മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്വമായത് അറിവാണ്. ഇനി നംലഉൽ ഫറാഖ് ഭാഗം പൂരിപ്പിക്കുക. അറിവ് വിൻ്റെ പ്രകാശമാണ്. ഉത്തരം അല്ലാഹുവിൻ്റെ. 2. അറിവ് തേടി പുറപ്പെട്ടവർക്ക് ഡാഷിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. ഉത്തരം സ്വർഗത്തിലേക്ക്. 3. പണ്ഡിതനു വേണ്ടി
കളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും ആകാശഭൂമി. 4 തെറ്റു ചെയ്യുന്നവർക്ക് ഡാഷിൻ്റെ പ്രകാശം ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ. 5 അറിവ് പഠിക്കുന്നതിനു മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം മനസ്സ്. ഇനി മൂന്നാമത്തവർക്ക് നുജീബ് ഉത്തരം എഴുതുക. 1 അറിവ് നേടുന്നത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഉത്തരം അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. ചോദ്യം 2 ദുനിയാവിൽ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവൻ ലഭിക്കുകയില്ല എന്ത്? ഉത്തരം സ്വർഗത്തിൻ്റെ പരിമളം. 3 പഠനം തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ഉത്തരം ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. 4 പഠനം തുടങ്ങുമ്പോൾ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം? ഉത്തരം മാതാപിതാക്കൾ, ഉസ്താദുമാർ. 5 അറിവ് പഠിക്കണം ഏതുവരെ? മരണം വരെ. 6 ചെറുപ്പകാലത്ത് പഠിക്കുന്നത് ഏതുപോലെയാണ്? കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. 7 ഉസ്താദിനോടുള്ള ബഹുമാനത്തിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം എഴുതുക. ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അടുത്തത് 8 ഉലമാക്കളെ കുറ്റം പറയരുത്, കാരണം അത് സർവനാശത്തിന് കാരണമാകും. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്, മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. ഇനി അടുത്തത് 4ാമത്തെ വർക്ക് കാണാം, തഖ്സീസ്. നിങ്ങളുടെ നാട്ടിലും പരിസരത്തും മരണപ്പെട്ട ഏതാനും ഉലമാക്കളുടെ പേരുകളുള്ള പട്ടിക തയ്യാറാക്കുക. നാട്ടിലൊക്കെ മരിച്ചുപോയ പണ്ഡിതന്മാരുണ്ടാവും, ഉലമാക്കളുണ്ടാവും, അവരുടെ പേരുകൾ എഴുതി പട്ടികയാക്കി തയ്യാറാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.